സുഹൃത്തുക്കളെ, ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കരിപ്പൂർ എയർപോർട്ടിൽ 2020 തകർന്ന ഫ്ലൈറ്റിൻ്റെ ഭാഗങ്ങൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പട്ടാമ്പിയിലെത്തിയത്. 4 ലോറികളിലായിട്ട് കൊണ്ടുവന്ന ഫ്ലൈറ്റ് എല്ലാം കൂടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. പല രാജ്യങ്ങളിലും ഫ്ലൈറ്റ് ക്രാഷ് ആവലും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളും നമ്മൾ വീഡിയോകളും അതുപോലെ തന്നെ പല ന്യൂസ് ചാനലുകളിലും നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ക്രാഷ് ആയതിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് നല്ല വില കൂടിയ ഒരു അലൂമിനിയത്തിൻ്റെ മെറ്റീരിയലാണ്. അതായത് സാധാരണ അലൂമിനിയം അല്ല, അലൂമിനിയം, ചെമ്പ്, മാഗ്നീഷ്യം, മെഗോനിസ് എന്നിവ ചേർത്ത് ശക്തമായിട്ട് ഒരു ലോഹം ഡുറാലുമിൻ എന്ന പേര് പറയപ്പെടുന്ന മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഡുറാലുമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറവും അതുപോലെ തന്നെ സ്റ്റീലിന് തുല്യമായിട്ടുള്ള ശക്തി ഉണ്ടാവുന്നതാണ്. അത് നല്ല ഉറപ്പായിരിക്കും, അതുപോലെ തന്നെ ഭാരം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റ് അതുപോലെ തന്നെ ബഹിരാകാശ വിമാനങ്ങൾക്ക് ഒക്കെ ഇതന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. 1903 ജർമ്മൻ മെറ്റലിസ്റ്റ് ആൽഫ്രഡ് വില്യം എന്ന് പറയുന്ന ആളാണ് ഇത് വികസിപ്പിച്ചെടുത്തുള്ളതെന്നാണ്, ഈ ഡുറാലുമിൻ വികസിപ്പിച്ചെടുത്തതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനും അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് വ്ളോഗുകളും വീഡിയോകളും പല വ്ളോഗിലും വീഡിയോസൊക്കെ ആയിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു സ്ക്രാപ്പ് എടുത്തിരിക്കുന്ന കമ്പനിയുടെ പേരാണിത്. അവരുടെ മൊബൈൽ നമ്പറും ഓഫീസാണ് ഈ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ സ്ക്രാപ്പ് അവശിഷ്ടങ്ങളൊക്കെ നേരിട്ട് കാണണമെന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ പട്ടാമ്പിയിൽ നിന്ന് പോയി ഓങ്ങല്ലൂർ പോവുക. ഓങ്ങല്ലൂരിൽ നിന്ന് സ്വല്പം ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ വണ്ടി പൊളിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.